അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അശ്ശിർക്കു, അതാ ശിർക്ക് എന്ന് പറയുന്നത് വലിയ ഗൗരവമുള്ള സംഗതിയാണ്, നിങ്ങൾ അതിനെ പേടിക്കണം. അത് നിങ്ങളിലേക്ക് കടന്നു കയറി വരുന്നത് അഖ്ഫാ മിൻ ദബീബിൻ നംലി, ഉറുമ്പ് അരിച്ചരിച്ച് കയറി വരുന്നത് നിങ്ങൾ അറിയാത്തതുപോലെ വളരെ രഹസ്യമായി നിങ്ങൾ അറിയാതെ ശിർക്ക് നിങ്ങളിലേക്ക് കടന്നു വരും ജനങ്ങളെ. അതുകൊണ്ട് ശിർക്കിൽ നിന്ന് ഭയപ്പെട്ടോളണം, ശിർക്ക് വരാതെ നോക്കണേ. കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞല്ലോ, ഇന്ന ശിർക ലദുൽമുൻ അളീം, ശിർക്ക് വമ്പിച്ച അക്രമം തന്നെ. ഏത് പാപങ്ങളും അല്ലാഹു ഒരുപക്ഷെ പുറത്തു കൊടുത്തേക്കും. എന്നാൽ തൗബ ചെയ്യാതെ ഒരാൾ ശിർക്ക് ചെയ്ത് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അല്ലാഹ് അവനിൽ പങ്കു ചേർക്കുന്നത് ഒരിക്കലും പൊറുക്കുന്നതല്ല. അതിൽ താഴെയുള്ള പാപങ്ങൾ ഒരുപക്ഷേ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പൊറുത്തു കൊടുത്തേക്കാം. ശിർക്ക് ചെയ്ത് ജീവിച്ച് അങ്ങനെ തന്നെ തൗബയില്ലാതെ കണ്ട് മരണപ്പെട്ടാൽ അല്ലാഹ് പൊറുക്കുന്ന പ്രശ്നമില്ല. പടച്ചറപ്പിന് വമ്പിച്ച കോപം തന്നെ. ഇത്ര മാരകമാണ് ശിർക്ക്. അതുകൊണ്ട് ലോകത്ത് വന്ന എല്ലാ നബിമാരും ജനങ്ങൾ ആദ്യം പഠിപ്പിച്ചത് തൗഹീദും ശിർക്കുമാണ്. അത് വന്നുപോകരുത്, അത് വരുന്നത് സൂക്ഷിക്കണം എന്ന് എല്ലാവരോടും പഠിപ്പിച്ചു. വളരെ കൃത്യമായി അതിന്റെ എല്ലാ വശങ്ങളും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിന്റെ മുമ്പാകെ പഠിപ്പിച്ചു. അതിനുള്ള ഇസ്ലാമിന്റെ ആരാധനകൾ മുഴുവനും അത് അരക്കിട്ടുറപ്പിക്കാനാ. 5 നേരത്തെ നിസ്കാരം എന്തിനാ സഹോദരാ സഹോദരി? അള്ളാഹിനെ മാത്രം ആരാധിക്കുവാൻ നമ്മെ ട്രെയിനിങ് നടത്തുകയാണ്, പരിശീലിപ്പിക്കുകയാണ്. അതേ എല്ലാ കർമ്മങ്ങളും അങ്ങനെയാണ്. സക്കാത്ത് അതിനാണ്, നോമ്പ് അതിനാണ്, എല്ലാ കർമ്മങ്ങളും അതിനാണ്. മുഴുവനും അല്ലാഹ്ക്ക് സമർപ്പിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. എന്നാൽ നിങ്ങൾ ഓർക്കണം, ഈ പരിപാവനമായ ഹജ്ജ് കർമ്മത്തെ കുറിച്ച് പോലും, ഈ പരിശുദ്ധമായ ഹജ്ജ് എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര ഉറൂസാണെന്നും അതൊരു അന്താരാഷ്ട്ര ആണ്ട് നേർച്ചയാണെന്നും നമ്മുടെ ചില ആളുകൾ അതാ എഴുതി പഠിപ്പിക്കുന്നു, സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്നു. എന്തു തോന്നുന്നു നിങ്ങൾക്ക്? പരിശുദ്ധ ഹജ്ജിനെ കുറിച്ചെന്താ ചില മുസ്ലിയാക്കന്മാര് പറയുന്നത്? സാധാരണക്കാരെ നിങ്ങൾ മനസ്സിലാക്കണം, അതാ ഞങ്ങൾക്ക് സത്യമേ പറഞ്ഞു തരൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന അതേ മുസ്ലിയാക്കന്മാരതാ പരസ്യമായി എഴുതി വിടുകയാണ്, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അന്താരാഷ്ട്ര ഉറൂസാണ്, വേൾഡ് അടിസ്ഥാനത്തിൽ നടക്കുന്ന വലിയ ഉറൂസാണത്രേ ഹജ്ജ്, ആണ്ട് നേർച്ചയാണ് പോലും. ഇത് കേൾക്കുമ്പോ എന്ത് തോന്നും ഒരു മുസ്ലിമിന്റെ മനസ്സിൽ? കാസർഗോഡ് മംഗലാപുരം ഭാഗത്തുള്ളവർക്കാണെങ്കിൽ ഉറൂസ് എന്ന് കേൾക്കുമ്പോ ഒന്നുകിൽ തളങ്കര ഉറൂസ് ഓർമ്മ വരും, അതല്ലെങ്കിൽ ഉള്ളാളത്തെ ദർഗയിലെ സയ്യിദ് മദനിയുടെ ഉറൂസ് ഓർമ്മ വരും. ഇനി മലപ്പുറം ജില്ലയുടെ ഭാഗങ്ങളിലൊക്കെയാണെങ്കിൽ അതാ പെരുമ്പടപ്പ് പുത്തൻപള്ളിയിലെ ആണ്ട് നേർച്ച ഓർമ്മ വരും, അതല്ലെങ്കിൽ മമ്പുറത്തെ ആണ്ട് നേർച്ച ഓർമ്മ വരും. അപ്പൊ 2 കൂട്ടർക്കും മനസ്സിലാകട്ടെ എന്ന നിലക്ക് തന്നെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അന്താരാഷ്ട്ര ഉറൂസും അന്താരാഷ്ട്ര ആണ്ട് നേർച്ചയുമാണെന്ന് വരെ തരം താഴ്ന്ന രീതിയിൽ ഈ ഇസ്ലാമിനെ കുറിച്ച് മോശമായി പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കണം വിഷയത്തിന്റെ ഗൗരവം എത്രയാണ്. ഹജ്ജ് ആണ്ട് നേർച്ചയാ? ഹജ്ജ് ഉറൂസാ? ഉറൂസും ആണ്ട് നേർച്ച എന്നൊക്കെ പറയുമ്പോ എന്താ മനുഷ്യന്മാര് മനസ്സിലാക്കാ? ഉള്ളാളത്തെ സയ്യിദ് മദനിയുടെ ദർഗയിലേക്ക് പോയാൽ എന്താ അവിടെ കാണാ? അവിടെ വലിയൊരു ജാറുണ്ടാകും, ഉണ്ട്, നല്ലൊരു ജാറ്. ആ ജാറത്തിൽ പച്ച പുതച്ചിട്ടുണ്ടാകും. ശരി, അവിടെ ഇങ്ങനെ വിളക്ക് കത്തുന്നുണ്ടാകും. അതെ, പെരുമ്പടപ്പ് പോയാലും അങ്ങനെ തന്നെയാണ്, പുത്തമ്പള്ളിയിൽ മമ്പറത്ത് പോയാലും അങ്ങനെ തന്നെ, ഭീമാപള്ളിയിൽ പോയാലും അങ്ങനെ തന്നെ. അപ്പൊ ഉറൂസിനും ആണ്ട് നേർച്ചക്കൊക്കെ മനസ്സിൽ കാണുന്നതാണ്, വലിയ മൂടി പൊതച്ചൊരു ജാറുണ്ടാവും, അവിടെ വലിയൊരു വിളക്ക് കത്തുന്നുണ്ടാവും, അവിടെ ഇങ്ങനെ നേർച്ചപ്പെട്ടി ഉണ്ടാവും, അവിടെ ചന്ദനത്തിരി വെക്കുന്നുണ്ടാവും, അവിടെ ഇങ്ങനെ ആണും പെണ്ണൊക്കെ വന്നിട്ട് ഇങ്ങനെ കബറ് മുത്തുന്നുണ്ടാകും. അപ്പൊ അന്താരാഷ്ട്ര ആണ്ട് നേർച്ച ഉറൂസ് എന്നൊക്കെ പറഞ്ഞാൽ ഹജ്ജിന് പോയിട്ടില്ലാത്ത ആളുകൾ വിചാരിക്കും അവിടെ മക്കത്ത് എന്ന വലിയൊരു ജാറുണ്ട്, അവിടെ ഇബ്രാഹിം നബിയുടെ ജാറാണ്, ഇസ്മായിൽ നബിയുടെ ജാറാണ്, ഹാജറ ബീവിയുടെ ഉറൂസാണ്. അപ്പോ ആരുടെ ആണ്ട് നേർച്ചയാ? ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബിയുടെ, ഹാജറ ബീവിയുടെ ആണ്ട് നേർച്ചയാണ് പോലും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും
ഹാജറ ബീവിയുടെയുമൊക്കെ ഉറൂസും ആണ്ട് നേർച്ചയും നടക്കുന്ന സ്ഥലമാണോ പരിശുദ്ധമായ മക്കയും മദീനയും? അതെ, അവിടെ അതിനാണോ പോകുന്നത്? ആണ്ട് നേർച്ചക്ക് പോകുമ്പോ, ഉറൂസിന് പോകുമ്പോ സയ്യിദ് മദനിയോട് പോയിട്ട് വിളിച്ച് തേടാറുണ്ടല്ലോ. അപ്പൊ മക്കയിൽ പോകുന്നത് ആരോട് തേടാനായിരിക്കും? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആണ്ടാണെന്ന് പറയുമ്പോ അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാമിനോടൊരു തേട്ടമുണ്ടാകുമെന്ന് സാധുക്കൾ വിചാരിക്കും. എന്നാ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മമാണ് തുടങ്ങി അവസാനിക്കുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് ആരെയൊക്കെ ഓർമ്മ വരും? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഓർമ്മ വരൂലേ? വരും. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ ഓർക്കൂലേ? ഓർക്കും. ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെ ഓർക്കൂലേ? ഓർക്കും. നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഓർക്കൂലേ? ഓർക്കും. എല്ലാവരെയും ഓർമ്മ വരും. ആ മൗലവിമാരെ, നിങ്ങൾക്ക് മരണപ്പെട്ടു പോയ അമ്പിയാക്കളൊക്കെ ഓർത്താൽ ശിർക്കല്ലേ? അങ്ങനെ ഓർക്കാൻ പാടുണ്ടോ? നമ്മളോട് ചില ആളുകൾ ചോദിക്കും, ചില വിഡ്ഢികൾ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിക്കും, മുജാഹിദേ, നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു. എന്താ വെല്ലുവിളി? നീ എന്തിനാ മക്കത്ത് പോകുന്നത്? അവിടെ ഇബ്രാഹിം നബിനെ ഓർക്കൂലേ? ഇസ്മായിൽ നബിനെ ഓർക്കൂലേ? അള്ളയല്ലാത്തവരെ ഓർത്താ ശിർക്കല്ലേ? നീ കുട്ടനെ ഇറക്കുന്നില്ലേ ദുൽഹജ്ജ് 10-ന്? ഉലൂഹിയത്ത് അറക്കൂലേ? നിന്റെ കുട്ടിയുടെ പേരിൽ അഖീഖ അറക്കണില്ലേ? അള്ളയല്ലാത്തവരെ പേരിൽ അറക്കാൻ പാടുണ്ടോ? അങ്ങനെ അള്ളാഹു അല്ലാത്തവരെ പ്രീതി ഉദ്ദേശിച്ചിട്ട് എന്നത് മാറ്റിവെച്ച് അള്ളയല്ലാത്തവരെ ഓർക്കൂലേ അറക്കുമ്പോ എന്ന് പറഞ്ഞിട്ടതാ ജനങ്ങളെ കബളിപ്പിക്കുന്നു. ഓ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന്റെ ഇടക്ക് മഹാന്മാരെ ഓർമ്മ വരുന്നത് ശിർക്കാണോ? ഏത് മുജാഹിദാണത് പറഞ്ഞത്? എവിടെയാണ് ജനങ്ങളോട് പറഞ്ഞത്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ഓർത്തൂടാ, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ ഓർത്തൂടാ, മഹാന്മാരെ ഓർത്തൂടാ എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇല്ല. മറിച്ച് അവരെ വിളിച്ച് തേടുന്നതാണ് ശിർക്ക്. ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ എന്ന് പറയാൻ പാടില്ല, ഇസ്മായിൽ നബിയെ കാക്കണേ എന്ന് പറയാൻ പാടില്ല, ഹാജറ ഉമ്മ ബീവി എന്റെ രോഗം ശിഫയാക്കണേ എന്ന് പറയാൻ പാടില്ല. അങ്ങനെ മഹത്തുക്കളോട് വിളിച്ച് തേടുന്നതാണ് ശിർക്ക്. ഹജ്ജ് ഒരാണ്ട് നേർച്ചയാണെങ്കിൽ അത് പറയുന്ന കക്ഷികൾ ജനങ്ങളോട് പറയട്ടെ, ഹജ്ജിന്റെ ഏത് ദിക്റിലാണ് മക്കയിൽ ചെന്ന് മദീനയിൽ ചെന്നൊക്കെ മടങ്ങിപ്പോരുന്നതിന്റെ ഇടക്ക് യാ ഇബ്രാഹിം അഗ്സിനി, യാ ഇസ്മായിൽ അഗ്സിനി, യാ ഉമ്മ ഹാജർ അഗ്സിനി, ഓ ഇബ്രാഹിം നബിയെ എന്നെ രക്ഷിക്കണേ, ഇസ്മായിൽ നബിയെ എന്നെ കാക്കണേ, ഹാജറ ഉമ്മ ബീവിയെ എനിക്ക് രക്ഷ നൽകണേ എന്ന് പറയുന്ന ഒരൊറ്റ ദിക്ർ ഹജ്ജിലുണ്ടോ? ഹജ്ജിന് പോയവരില്ലേ ഇവിടെ? നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഇബ്രാഹിം നബിയെ വിളിക്കലുണ്ടോ? ഇസ്മായിൽ നബിയെ വിളിക്കലുണ്ടോ? ഇനി അവരെ നേരിട്ട് വിളിക്കുന്നില്ലെങ്കിൽ പോകട്ടെ, അല്ലാഹുവേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നീ എനിക്ക് പുറത്തു തരണേ എന്നൊരു ദുആയുണ്ടോ? ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ബർക്കത്ത് കൊണ്ട് പൊറുക്കണേ എന്നൊരു ദുആയുണ്ടോ? ഹാജറ ബീവിയുടെ ബർക്കത്ത് കൊണ്ട് എന്റെ രോഗം ശിഫയാക്കണേ എന്നൊരു ദുആയുണ്ടോ? ഒരിക്കലും അവിടെ അങ്ങനെ ഒരു ദുആയുമില്ലല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ ആണ്ട് നേർച്ചയെന്ന് പറയുന്നത്? അപ്പൊ കബളിപ്പിക്കുക. അതുകൊണ്ട് ആരും അതിൽ കുടുങ്ങിപ്പോകണ്ട. ലക്ഷക്കണക്കിന് ആളുകൾ ഇക്കൊല്ലം പോയതും മുമ്പ് പോയതും ഇപ്പൊ അവിടെ കാത്തിരിക്കുന്നതൊന്നും അന്താരാഷ്ട്ര ഉറൂസിനല്ല, ആണ്ട് നേർച്ചക്കല്ല. അത് അല്ലാഹുവിന്റെ മുമ്പിൽ അവരുടെ വിശ്വാസത്തിന്റെ തെളിമ അത് പ്രഖ്യാപിക്കാനും പ്രകടിപ്പിക്കാനും വേണ്ടി തന്നെയാണ്. അതാണ് ലോക മുസ്ലിമീങ്ങൾ എല്ലാ ദിവസവും അവരെ പ്രഖ്യാപിക്കുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സർവലോക രക്ഷിതാവായ അല്ലാഹുവിനെ അല്ലാതെ ഞാൻ ആരാധിക്കൂല. പടച്ച റബ്ബല്ലാതെ നമുക്ക് ദുആ ചെയ്യാനില്ല, റബ്ബിനോടല്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാനില്ല, റബ്ബിനോടല്ലാതെ നമുക്ക് തേടാനില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പ്രഖ്യാപിക്കാൻ അല്ലാഹു ഏൽപ്പിച്ചില്ലേ, ഖുൽ ഇന്നമാ അദഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. പറയൂ നബിയേ, ഇന്നമാ അദഉ റബ്ബി, ഞാൻ എന്റെ രക്ഷിതാവിനോട് മാത്രമേ ദുആ ഇരക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ,
ഞാൻ ആ രക്ഷിതാവിൽ ഒരാളെയും പങ്കു ചേർക്കൂല. ഒരാളെയും എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാവരും പെട്ടു. അതിൽ അമ്പിയാക്കളും പെട്ടു, ഔലിയാക്കളും പെട്ടു, മലക്കുകളും പെട്ടു, ജിന്നുകളും പെട്ടു, കല്ലും പെട്ടു, മരവും പെട്ടു, എല്ലാ വസ്തുക്കളും അതേ വ്യക്തികളും ശക്തികളും പെട്ടുകഴിഞ്ഞു. അള്ളയോടല്ലാതെ ഞാൻ ദുആ ഇരക്കൂല. ഇസ്ലാമിന്റെ വളരെ കൃത്യമായ പ്രഖ്യാപനം തന്നെ.